ചേച്ചിയെ ഡോക്ടർ ഇത് പറഞ്ഞു. ഡോക്ടർ 2 ദിവസം കിടക്കണം പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ടെസ്റ്റൊക്കെ എഴുതിയേക്കണു. ഇവിടെ ഒന്നും ഇല്ല, പുറത്തുനിന്ന് എടുക്കണം. എന്ത് സുവേദ, എന്ത് ചേച്ചി, എന്തുണ്ടായി? ഓള് മഴ വരണണ്ടിട്ട് തുണി എടുക്കാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ആരാന്ന് കണ്ടില്ല. ഓളേനെ ഒന്ന് കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കേ. അപ്പോളാ ഞാൻ ഒച്ച ഇട്ടിട്ട് ചെല്ലിയ ഞാൻ. ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? നല്ല വേദന ഉണ്ട് കുഞ്ഞ്. 2 ദിവസം കഴിഞ്ഞിട്ടേ ഇനി പോകാൻ പറ്റുള്ളൂ തോന്നുന്നുണ്ട്. പിന്നെ പുറത്തേക്ക് കുറച്ച് ടെസ്റ്റുകളൊക്കെ എഴുതിയിരുന്നു. എന്റെ കയ്യിൽ പൈസ ഇല്ല. എൻ്റെ അടുത്ത് പൈസ ഉണ്ടോ? പൈസ? അന്റെ പൈസ ഒന്നുമില്ല സുവേദ. അപ്പൊ ഞാൻ ഇപ്പൊ ആകെ ആട്ടം മുട്ടി നിൽക്കുകയാണ്. ഇടപാടുകളൊന്നും നടക്കണില്ല. ഇപ്പൊ ഇവിടുന്ന് തിരിച്ചേണ്ടി വരുമോ? ഞാനിപ്പോ അളിയനൊന്ന് പോയി കണ്ടാലോ? പൈസന്റെ കാര്യം ആലോചിച്ചിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. എന്റെ കയ്യിൽ പൈസ ഉണ്ട്. അതേതാ ആ പൈസ? ആ, അത് ഞാൻ ചെലവാക്കിയിട്ടില്ലല്ലോ, തിരിച്ചു കൊടുത്തിട്ടില്ലല്ലോ. പൈസ ഉണ്ടോ? ആവശ്യത്തിന് ചെലവാക്കാനുള്ളതല്ലേ പൈസ. ഉണ്ടായിട്ടപ്പോ നമുക്ക് അടുത്ത് ചെലവാക്കാം. ഹാജരൊക്കെ വരുന്നു. എന്താ സുബൈദ ഉണ്ടായത്? ഇല്ല, ഇത് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടൊന്നുമില്ല. പിന്നെ ആരോ കൊല്ലാൻ നോക്കിയതാ. കൊന്നാ മതിയേനു. പിന്നെ കൊണ്ടുള്ള ശല്യങ്ങളൊക്കെ തീർന്നല്ലോ എല്ലാവർക്കും. അങ്ങനെയൊന്നും പറയല്ല. അല്ല ചേച്ചിയെ, ഇത് ചെയ്ത ആളെ നിങ്ങൾ കാണാൻ എന്തെങ്കിലും ചെയ്തോ? അംസറ്റാണോ? നിങ്ങൾ ആളെ കണ്ടില്ലേ? അംസ എന്ന് പറഞ്ഞ ചന്ദ്രന്റെ ഒപ്പം നടക്കണതല്ലേ. അയാള് പൊക്കണ്ട്. ഇത് പൊക്കം കുറഞ്ഞിട്ടുള്ള ആളാ. പിന്നെ ഇരുട്ടല്ലേ, ഞാൻ ഒച്ച കെട്ട് ചെല്ലുമ്പോഴേക്കും അയാൾ ഓടി. ഇതൊന്നുമല്ല, ഇത് ഇച്ചറിയാ. ഇതാ കുഞ്ഞാനെ, സീനത്തിന്റെ അമ്മോന്. വെറുതെ വിടൂല ഞാനോനെ. ഓ കജ്ജാക്കാൻ മാത്രായോ? അത് സുബൈദ, അത് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. പിന്നെ പോലീസുകാർ വരുമ്പോഴേ അവരുടെ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞാണ്ടി. ഏതായാലും ഞങ്ങൾ അവിടെ ഒന്ന് പോകുന്നുണ്ട്. പിന്നെ പൈസ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവില്ല ഇവിടെ? ആചാരക്ക, നിങ്ങൾ തന്ന പൈസ എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ അതിനെടുത്തോളാം. പിന്നെ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഞാൻ ചോദിച്ചോളാം. എന്നാലേ ഞങ്ങൾ വരാം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ ഞാൻ രതീഷിനെ പറഞ്ഞേക്കാം. പിന്നെ കുഞ്ഞ് ഇവിടെ ഉണ്ടല്ലോ, ഒന്ന് ശ്രദ്ധിക്കട്ടെ കുഞ്ഞെ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ അറിയിച്ചാണ്ടി. ഞാൻ ഉണ്ട്. ചേച്ചിയെ, ആ പൈസ എടുക്കേണ്ടി വന്നില്ലേ ഇപ്പൊ നമുക്ക്? നമുക്ക് അതെ സ്റ്റേഷനിലൊന്ന് പോവാം. പിന്നെ വേറൊരു സ്ഥലം കൂടി പോകാം. രതീഷേ, പഠിക്കാം. ഇരിക്ക. എന്താ പറയാ പ്രത്യേകിച്ച്? പെരിയിൽ തന്നെയല്ലേ വരണേ? ഞാനിപ്പോ വരുന്നത് പെരിയുന്നല്ല, ആശുപത്രിയിൽ നിന്നാണ്. അതിപ്പോ എന്താ പറ്റി? സുബൈദാണെന്നല്ല അന്തിക്കാരെ കൗത്ത് പിടിച്ചിക്കാണ് കൊല്ലാൻ നോക്കിയെന്നോ, തോർത്തിന്റെ ഇട്ട് മുറുക്കിയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പൊ ആശുപത്രിയിലാ. അങ്ങനെ ഉണ്ടായോ? അതിപ്പോ എന്ത് സംഭവിച്ച്? ഞാനിപ്പോ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ഞാനും റഹീമപ്പളേ പോലീസ് സ്റ്റേഷനിലാണ് വരേണ്ടത്. ഇപ്പം എന്താ വെച്ചാൽ നാട്ടിൽ ചെറിയ ചർച്ചാ വിഷയമൊക്കെ ഇപ്പം എന്താ വെച്ചാൽ ഇപ്പം ഇതിൻ്റെ ബാക്കിൽ ഇജാണ് എന്നുള്ളൊരിതൊക്കെ അങ്ങനെ കേട്ടു. പക്ഷെ നമ്മളത് വിശ്വസിച്ചിട്ടൊന്നുമില്ല. അപ്പം ഇതെങ്ങനെ ഇതിൻ്റെ രീതിയിൽ ഇങ്ങനെ വന്നു ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോകുന്നതാണ്. അത് മുജീബേ, എന്ത് വർത്താനം ഇപ്പം നിങ്ങളീ പറഞ്ഞേ? ഞാനിപ്പോൾ അങ്ങനെ ഒഴിച്ചും പൊഴിച്ചൊന്നും ഞാൻ അങ്ങനത്തെ ഒരു ചണ്ടിത്തരം ചെയ്യില്ല. കുഞ്ഞാൻ അങ്ങനത്തെ ഒരാളല്ല, നിങ്ങളത് മനസ്സിലാക്കണം. പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ അത് എൻ്റെ പെങ്ങൾക്കും കുട്ടികൾക്കും റഹീമിനൊക്കെ വേണ്ടിയിട്ടാണ്. അത് ഞാൻ നേരിട്ട് തന്നെ ചെയ്യുള്ളൂ. ഇങ്ങനത്തെ ചണ്ടിത്തരം ഞാൻ കാണിക്കൂല. പക്ഷെ ഇതും പറഞ്ഞാണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ഏതായാലും ശരിയായില്ല. അത് കുഞ്ഞാക്ക, നിങ്ങൾ ചെയ്തു എന്ന് ഉള്ളതല്ല ഞങ്ങൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പൊതുവെ ഒരു സംസാരമുണ്ട്, പ്രത്യേകിച്ച് സുബൈദാൻ ആങ്ങളെ കുഞ്ഞിക്കോയ സീനത്തിന്റെ അമ്മോനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ. നമ്മളാളുകളും കാര്യങ്ങളും അതിൽ ഉണ്ടാവരുത്.
അതിന്റെ ബുദ്ധിമുട്ട് ഇപ്പൊ എനിക്കായിട്ടാണ് മാറേണ്ടത്. അത് മനസ്സിലാക്കിയാൽ മതി, അത്രേ ഉള്ളൂ. ഞാൻ അവിടെ പോയി എന്നുള്ളതൊക്കെ ശരിയാണ്. പോവുകയും ചെയ്തു, മാന്യമായിട്ട് കാര്യങ്ങളൊക്കെ അവരോട് സംസാരിക്കുകയും ചെയ്തു, പറയുകയും ചെയ്തു, ഒക്കെ ശരി തന്നെയാണ്. അല്ലാതെ അങ്ങനത്തെ ഒരു ഉളുപ്പില്ലാത്ത പരിപാടി കുഞ്ഞാൻ അവിടെ ചെയ്തിട്ടില്ല. കുഞ്ഞാനെന്താ ബോധമില്ലേ? നിങ്ങൾ ഏതായാലും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താണല്ലോ, അതൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. അത് പിന്നെ കുഞ്ഞാക്ക, അന്ന് നിങ്ങൾ അവിടെ പോയത് തന്നെ ശരിയായിട്ടില്ല. അതൊരു ആവശ്യമില്ലാത്ത പരിപാടി നിങ്ങൾ ചെയ്തത്. ഇനി ഈ രീതിയിലൊന്നും നിങ്ങളെ എന്നെ സഹായിക്കരുത്. പിന്നെ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു പങ്കില്ലാന്നാണ് ഞാൻ വിശ്വസിക്കണ്ടേ. അങ്ങനെ ഉണ്ടായി എന്ന് ഞാൻ കേൾക്കാൻ പാടില്ല. അങ്ങനെ വന്നാലേ അമ്മോനും മരോനും എന്നുള്ള ബന്ധങ്ങളൊക്കെ നമ്മൾ മറക്കേണ്ടി വരും. മനസ്സിലായ ഞങ്ങൾക്ക്? എന്ത് വർത്താനാ പറയുമ്പോ പറയുന്നത് മുജീബേ? ഞാൻ ഓലക്ക് വേണ്ടിയിട്ട് നല്ലതിനല്ലാതെ ഓലക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ ഞാൻ എന്തെങ്കിലും ചെയ്യും? ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇറങ്ങും? കുഞ്ഞാനെ, അത് പറയും ഓൻ്റെ പ്രയാസം കൊണ്ട് പറയാണേ. എനിക്കറിയാലോ ഓൻ്റെ എതിരാളികളെ എന്തൊക്കെയാ പറഞ്ഞെടുത്തിൻ്റെ അറിയിച്ച. ഇത് റഹീം അന്നെക്കൊണ്ട് ചെയ്യിച്ചു വരെയാണ് പറഞ്ഞെടുത്തുണ്ട്. അപ്പൊ ഇതൊക്കെ പാട് കേൾക്കുമ്പോഴേ ഒരാകെ ബുദ്ധിമുട്ടിലാണ്. അപ്പൊ ഇതെന്താ വെച്ചാൽ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞല്ല, അത് വലിയ കാര്യത്തിലൊന്നും ആക്കണ്ട. ഒരു വിഷമം കൊണ്ട് പറഞ്ഞാണ്. പോട്ടെ. കടിയൊന്നും ആയിട്ടില്ലടാ, ഇത് കുറച്ചേരം അവിടെ ഇരിക്കേ. റംലല്ലാത്തോണ്ട് ഞാൻ ആകെ മെനങ്ങിക്കണു. പിന്നെ കടിയൊന്നും വെച്ച് വേണ്ട, കമ്പനിക്ക് വന്ന് നേരം കേൾക്കണു. ഉമ്മ എവിടെ? ഇമ്മ അപ്പുറത്ത് ഫോൺ ആരോ വന്നിട്ട് അങ്ങോട്ട് വിളിക്കാൻ പോയിരുന്നു. ഇപ്പൊ നേരം വെക്കാൻ പറ്റില്ല, പഴയമാരൊന്നുമില്ല. ആ മുജീബാക്കിനെ കുണുണു സീനത്തേജ് അറിഞ്ഞില്ലടി? എന്തേമ്മാ? കുഞ്ഞാക്കിനെ വിളിച്ചിരുന്നതേ ആ സുബൈദാനെ ആരോ കൊല്ലാൻ ചെന്നിരുന്നല്ലോ, അവൾ ആസ്പത്രിയിലാണ്. റഹീമ കുഞ്ഞാക്കയാണ് പറഞ്ഞോ അവന്റെ പേരെ ചെന്ന് ചീത്താറയൊക്കെ ചെയ്തു. ഇപ്പൊ അങ്ങനെ ഉണ്ടായോ? കാക്കു എന്തിനാ ഇപ്പൊ കുഞ്ഞാക്കാനെ ചീത്ത അറിയാൻ അങ്ങോട്ട് പോയിക്കണത്? അല്ല, ഈ കുഞ്ഞാക്കേനെ ചെയ്തു ഇപ്പൊ കാക്കു കണ്ടോ? അതിന്റെ ഇടയിൽ കൂടി ഇപ്പൊ അങ്ങനെ ഉണ്ടായോ? എന്നാലും ഇപ്പൊ ആരാ ഇപ്പൊ സുബൈദാത്തനെ കൊല്ലാൻ നോക്കിനാവല്ലേ? ആരായാലും ഇപ്പൊ അനക്കെന്താ? അന്റെ പെങ്ങളൊന്നല്ലല്ലോ, അന്റെ പെങ്ങളി ഇരിക്കുന്ന സീനത്താണ്. ആരേലും ഒക്കെ കൊല്ലാൻ നോക്കിക്കോട്ടെ. അത് അങ്ങനെ തന്നെയാണ് ഉമ്മ. ഓനും മിന്നൂനും ഉണ്ട് ഒരു സുബൈദ താത്ത. ഇന്റെ കാര്യത്തിലൊന്നും ഓനും ഒരു ഇതുമില്ല. എന്ന് നോക്കിയാലും ഓർക്കൊരു സുബൈദ താത്ത മാത്രമേ ഉള്ളൂ. കാക്കു വെറുതെ അല്ല രതീഷിനെയും കൂട്ടിയിട്ട് സുബൈക്ക് തന്നെ പോയത്, അതിന്റെ പിന്നാലെ പോയത് ഏകാരം. അതല്ലേ എനക്ക് അങ്ങനൊക്കെ തോന്നും. ഉമ്മ ഞാൻ പോവച്ച് കമ്പനിക്ക് പോയിട്ട് കുറെ പണിയുണ്ട്. ഇനി ഞാൻ മൊട്ട ടയർ വെച്ചിട്ട് അത് ഒപ്പിച്ച് വെക്കാൻ നിൽക്കണ്ട. ഞാൻ ഇവിടെ രണ്ടെണ്ണം പറഞ്ഞ ഏൽപ്പിച്ചിട്ടുണ്ട്, നല്ല 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 ടയർ. അത് വാങ്ങിയിട്ടുണ്ട്. വണ്ടി ഒന്ന് കുളൂസാക്കണം നമുക്ക് കേട്ടോ. അതിലൊന്നും ബിസ്കത്തരം കാട്ടണ്ട. കഞ്ഞിരിക്കാൻ പോയി തോന്നുന്നു. അയാളിപ്പോ ഞാൻ പറഞ്ഞ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അല്ല മറ്റാളാ നിൽക്കുന്നതേ. വന്നിട്ടുണ്ടായി മുജീബ് ബാസ്മതിയില്ല റഹീം പോടാ. ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഞാനും റഹീം അവിടെ പോയിരുന്നു. അത് പോയി കഴിഞ്ഞ സ്റ്റേഷനിലൊന്ന് പോയി അവിടെ ഒരു കംപ്ലൈന്റ് കൊടുത്തു. പിന്നെ റഹീമിന്റെ അമ്മ ഉണ്ടല്ലോ, സീനത്തിന്റെ ഒരു അമ്മോന്റെ പേരിൽ പോയി. അന്ന് ഒന്ന് രണ്ട് വർത്താനൊക്കെ ഉണ്ടായി റഹീമും മൂപ്പരും കൂടി. പിന്നെ പറഞ്ഞിക്കാണ്ട് സോൾവ് ആയിക്കാണ്ട് ഞങ്ങളോട് പോന്നു. ഏതായാലും ഇതിന്റെ വേക്കിലിപ്പോ ആരാണ് എന്നുള്ളതൊരു സ്വരൂപം കിട്ടണില്ല. പിന്നെ ചന്ദ്രേട്ടാ, നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? എന്തേ? നമ്മളെ റഹീമാജിന്റെ രണ്ടാം പെണ്ണുങ്ങളില്ലേ, ഓലെ ആരോ കൊല്ലാൻ നോക്കീനോ, കൗത്ത് പിടിച്ച് ഞെരുക്കീനോ അങ്ങനൊക്കെ കേക്കുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. നിങ്ങൾ അറിഞ്ഞിക്കണേ? അറിഞ്ഞിക്കണോന്നോ? എടാ അതിലത്തെ സംശയം അത് റഹീമജനെ ചോദിക്കാ, അല്ല വേറെ ആലോചിച്ചറിയില്ല. എത്ര മുജീബ കുതിര പറയുന്നത്, തൊള്ളക്ക് പേറിന്റെ വർത്തനം പറയുന്നത്. അത് ചന്ദ്രേട്ടാ, നിങ്ങൾ പറഞ്ഞ ആ സംശയം എനിക്കുണ്ട്. അത് അയാളെന്നെ ചെയ്യിച്ചേക്കാരൻ. അയാളൊരു അമ്മോല്ലേ, അയാളെ കൊണ്ട് ചെയ്യിച്ചിക്കുന്നു. അയാളെ ആ വക പരിപാടിക്കൊക്കെ പറ്റണ മനസ്സിലാ. അതിൽ ഒരു സംശയം സംശയിക്കണ്ട. റഹീമാജിക്ക് ഇപ്പൊ രണ്ടരാണ്ടായപ്പോഴേ മുമ്പത്തെ ഒരു ബാധ്യതയായി. ചങ്ങായി ഒന്നെ കെട്ടിയിട്ട് കൊണ്ടെടുക്കാനുള്ള ബുദ്ധിമുട്ട് എനക്കും എനിക്കൊക്കെ അറിയാലോ, എല്ലാവർക്കും അറിയാം. ഇത് അയാള് ജയിച്ചെന്നെ. ചന്ദ്ര, നാക്കിനെല്ലില്ലാച്ചിട്ട് ഓരോന്ന് പറച്ചിലല്ല, തന്തി നിറപാടില്ലാത്ത പരിപാടി റഹീം ചെയ്യൂല. അത് ആർക്കൊക്കെ എന്നുള്ളതൊക്കെ നമ്മക്കറിയാം. ഇതിപ്പോ എങ്ങനെ വന്നു എന്നൊക്കെ നമ്മക്കറിയാലോ. പിന്നെ ജാതി ഇളക്കലും വർത്താനൊന്നും ഇവിടെ വേണ്ട. നിങ്ങൾ അങ്ങനെ ചന്ദ്രനാട് പേടിപ്പിക്കൊന്നും വേണ്ട. അങ്ങനെ പേടിപ്പിക്കണ സൈസ് അല്ല ഞാൻ, അല്ലേ? അത് ഉറപ്പാ. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, നിങ്ങൾ ഇന്റെ തൊള്ള മൂടി കെട്ടിയിട്ടൊന്നും വലിയ കാര്യമില്ല, ഒന്നും കാര്യമില്ല. കാരണം വെച്ചാല് നിങ്ങൾ അങ്ങനെ മൂടി കെട്ടാണ് ഈ നാട്ടിലുള്ള എല്ലാവരും തൊള്ളിങ്ങൾ കൂടി വെക്കണം, എന്നാലേ നടക്കുള്ളൂ. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞുണ്ടാക്കണല്ല അത്.
ഇതേ റഹീമാജിന്റെ അമ്മോനെ കൊണ്ട് ചെയ്യിച്ചാന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പറഞ്ഞു വരക്കണ അല്ല പിന്നെ ഈ അങ്ങാടിയിലൊക്കെ പാട്ടാണ്. ആ അപ്പൊ ഇയാള് പറഞ്ഞിട്ട് ഇയാളെ തലയിൽ കയറാൻ അതാ ചന്ദ്ര ഇങ്ങനെ വലിയ ആളാവൊന്നും വേണ്ടട്ടോ. പോലീസിന് പരാതി കൊടുത്തിക്കണ്. അനക്ക് നീല എന്തെങ്കിലും പങ്കിട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നെ കൊണ്ട് കുടുക്കിയെടുത്താൽ നാട്ടുകാർ പറഞ്ഞേക്കും. ഇത് വലിയ ആളാവല്ലോ ഇവിടെ നിന്നിട്ട്. ആ നിങ്ങൾ അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട് ഉസ്തായേക്കാ. ഇത് കേൾക്കുമ്പോ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ വിറച്ചോലോചിച്ചാളും അംസേ ഇതിങ്ങോട്ട് പോന്നാ. പിന്നെ ചന്ദ്രനോടാ കളി. നോക്കിമ്മ ഈ നേരം വരെ വന്നിട്ടില്ല. ഇന്നിപ്പോ വൈകുന്നേരം വരെ ഓള വൈത്താലേക്കാരം. ഓപ്പ എന്തിനാ കുഞ്ഞാനെ പോയി ചീത്ത പറഞ്ഞേ? കുഞ്ഞാൻ ഞാൻ പറയാൻ ബാക്കിയൊന്നുമില്ല ഇനി. സീനത്തെ കുറച്ച് പച്ചവെള്ളം കൊടുന്ന അത് അയച്ചുകൊണ്ട്. ആ ദാഹമൊക്കെ ഉണ്ടാവും, വെള്ളം കൊണ്ട. എങ്ങനെ ഉണ്ട് നിങ്ങളെ സുബൈദാക്ക്? അതിപ്പോ എന്താ വെച്ചാ അങ്ങനെ ചോദിക്കണ്ട്. ആർക്കെന്തേലും പറ്റിയിട്ടുണ്ടെങ്കിൽ സന്തോഷിക്ക വേണ്ട. ഇക്ക് സന്തോഷം ഉണ്ടായിട്ടൊന്നല്ല. അല്ല ഓള ആരോ എന്തോ ചെയ്തു വിചാരിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് കുഞ്ഞാക്കാനെ പോയിട്ട് ചീത്ത അറിയണത്? കുഞ്ഞാക്കാനെ ഞാൻ ചീത്തറിനൊന്നും എന്നോട് ആരേ പറഞ്ഞു. കുഞ്ഞാക്കാന്റെ അടുത്ത് പോയിരുന്നു, ആ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷണം ചെയ്തു, അത്രേ ഉള്ളൂ. ആരെന്നോട് അതൊക്കെ പറഞ്ഞത്? കുഞ്ഞാപ്പ നേരത്തെ വിളിച്ചിട്ടുള്ളൂ. കുഞ്ഞാനാണ് ഇതൊക്കെ ചെയ്യിക്കണെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് അവനോട് എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. വേണ്ടാത്തതിനൊക്കെ എന്തിനാ പോണത്? ഉമ്മ പറഞ്ഞത് തന്നെയാണ് അതിന്റെ കാര്യം. അല്ല നിങ്ങൾ എന്തിനാണ് കുഞ്ഞാക്കാനെ ചീത്ത അറിയാൻ പോയത്? അല്ല കുഞ്ഞാക്കയാണ് സുബൈദാനെ കൊല്ലാൻ ആളെ വിട്ടത് നിങ്ങൾ കണ്ടോ? ഇല്ലല്ലോ. എന്തിനാ നിങ്ങൾ കുഞ്ഞാക്കാനെ വെറുപ്പിക്കാൻ നിൽക്കണത്? കുഞ്ഞാക്കൻ ഈ നമ്മളൊരു കാര്യത്തിക്കും ഇടപെടൂല എന്നാണ് പറഞ്ഞിരിക്കണത്. അതിന്റെ ആവശ്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ? അല്ല എന്നിട്ടിപ്പോ നിങ്ങളെ സുബൈദ ചത്തോ? സീനത്തെ അന്റെ നാവ് ചടക്കി വെച്ചട്ടോ. ആരോടും എന്തും പറയാന്നുള്ളതുണ്ടല്ലോ, ക്ഷമക്കുണ്ടാവും ഒരു പരിധി. മനസ്സിലായി കച്ച്? ചന്ദ്രേട്ടാ പരിപാടി? ആ അംസ എന്താ വർത്താനം? നമ്മളെ കബീറില്ലേ, നമ്മളാ വണ്ടിക്ക് അടവിട്ട് കൊടുത്തില്ലേ, മറ്റേ കാട്ടുങ്ങലല്ലേ? കാട്ടുങ്ങത്തെ കബീറിന്റെ ആ വണ്ടി രണ്ടടവ് തെറ്റിക്കണം. ഇനിയിപ്പോ അടുത്ത മൂന്നാമത്തെ അടവ് ആകാനായി. പക്ഷെ ഓന്റെ നടത്തവും കോലൊക്കെ കണ്ടിട്ട് വെച്ച് തോന്നുന്നില്ല. അംസ രണ്ടടവ് തെറ്റിയോ? രണ്ടടവ് തെറ്റിയാണ്. ആലോചിക്കണ്ട, ഇജ്ജ് വണ്ടിനെ പിടിച്ചോന്നാളാ. ഇജ്ജ് എന്താ എന്നോട് ചോദിക്കാൻ നിൽക്കണ്ട്? അപ്പൊ തന്നെ പണി എടുക്കണ്ടേ ചെയ്യുന്നേ? ഓക്കെ ഞാൻ കൊടുത്തോളാം. അതിന്റെ ചാവി വിടല്ല, സെക്കൻഡ് ചാവി ഉണ്ട്. ചാവിടുണ്ട്. വണ്ടി ഒന്ന് നോക്കി കാണ്ടി ഇതൊക്കെ ഉണ്ടോന്നുള്ളത്. ഓക്കെ ഞാൻ കൊടുത്തോളാം. ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ മുജീബാക്കാന്റെ ഹുസൈൻ കാക്കാന്റെ ഒക്കെ വർത്താനം? എന്താ അതൊക്കെ ഓലൊക്കെ ഇപ്പൊ നമ്മളെ കുറ്റം പറയണമായിരിക്കുള്ള വർത്താനം പോലെ ഇന്ന് മനസ്സിലാണ് ഓല സംസാരത്തിന്നേ. അതെ അതെ. അതിപ്പോ ആരാവോ ചെയ്ത് നിങ്ങളെ അഭിപ്രായം? അതാണ് ഞാനും പറയുന്നത്. ഞാൻ കൊറേ ആലോചിച്ചു. നമ്മക്കറിയണ ആരും അല്ലല്ലോ ഇപ്പത്. ആരാണ് ഈ കറിന്റെ പിന്നെ? സംഭവം എന്റെ അഭിപ്രായം എങ്ങനെ ഞങ്ങള്, എനിക്ക് രണ്ടാളെ സംശയമുണ്ട്. ആരൊക്കെ ഞങ്ങള്? ഒന്ന് ഈ റഹീമാജിന്റെ പെണ്ണുങ്ങളെ, ആദ്യത്തെ പെണ്ണുങ്ങളില്ലേ, മൂപ്പത്തിയേരെ ഒരു അമ്മ ഉണ്ട്. അയാള് ചില്ലറക്കാരനല്ല, അയാൾ ഇതിന്റെ കാളാ, നമുക്കറിയാം അയാളെ. പിന്നെ ഇപ്പോ നമ്മളെ കേസിയാജറ്റ് ചെയ്യുവോ? ഏയ് അത് ഒരിക്കലും നടക്കൂല. അയാള് സുബൈദാനെ കൊല്ലാൻ നടക്കുക, അയാള് സുബൈദാനെ വളർത്താൻ നടക്കല്ലേ. മൂപ്പര് അങ്ങനെ ഒരു പടപ്പല്ലേ. മൂക്കൊരു സുബൈദാനെ കണ്ടെന്ന് തുടങ്ങിക്ക ഒരു കമ്പം. അയാൾ എന്തായാലും അല്ല, വേറെ ആരോ ആണ്. അതാരാണ് നമുക്കൊരു പിടുത്തം കിട്ടാത്തത്. അതിപ്പോ എന്തായാലും ഇതിന്റെ ബാക്കിൽ ആരാ കളിച്ചുകൊണ്ടെന്നുള്ളത് നമ്മളൊന്നും അറിയല് നിർബന്ധമാണ്. കാരണം എന്താ ഞങ്ങള് റഹീമാജിക്കെതിരുള്ള ഒരാളാണല്ലോ ഇപ്പൊ എന്തായാലും ഇത് കളിച്ചിക്കുക. അയാൾക്കെതിരുള്ള ആള് നമ്മളെ മിത്രാണ്. അവന്റെ ശത്രു നമ്മളെ മിത്രം. അതുകൊണ്ട് ഞാൻ എനിക്ക് വേറൊരു ഐഡിയ പറഞ്ഞുതരാം. ഇജിന് വേറെ ആരും അന്വേഷിക്കാൻ നിൽക്കണ്ട. ഈ ചെയ്തത് നമ്മൾ റഹീമാജിന്റെ അമ്മോനാണെന്നാണ് വരുത്തി തീർക്കണം. നമ്മളെ കുഞ്ഞിക്കോയണ്ടല്ലോ, കുഞ്ഞിക്കോയനെ വിളിച്ചിട്ട് ഓന് ചായ ചോറോ എന്താ വേണ്ടിച്ചൊന്നും വിളിച്ചു വരുത്തി കൊടുത്തിട്ട് ഓനെ കൊണ്ട് മുഴുവൻ നാട്ടിൽ മുഴുവൻ പറയിപ്പിക്കണം. മാത്രമല്ല പിന്നെ സുബൈദാനോട് ഒക്കെ പറയണം. ഒക്കെ പറഞ്ഞ് പരത്തിങ്ങാണ്ട് നമ്മളെ ഒരു കുരുമാല് മാറി. അതൊന്ന് ആലോചിച്ച് നോക്കി. ഈ റഹീമാജിക്കാരൻ നമ്മളെ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കണ്ടോ? നമ്മളെങ്ങനെ കുണ്ടിലിറക്കിങ്ങാണ്ട് നമ്മളെങ്ങനെ പറ്റിച്ചുങ്ങാണ്ട് റഹീമാജി അങ്ങനെ റായത്ത് കിടന്ന് ഉറങ്ങണ്ട. ഉജീബേ, ഞാൻ അവിടേക്ക് നോക്കിയടാ. എന്നോടൊരു കാര്യം പറയാനുണ്ട്. അതെന്തേ? വാ ഒന്ന് പറയാം. വാ, കുറച്ച് ദിവസമായിടാ പരിചയമില്ലാത്തൊരു ചെങ്ങായി ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കണ. കുഞ്ഞിക്കോയെ പറഞ്ഞ സംശയം വെച്ച് നോക്കുമ്പോഴേ ഓൻ്റെ ഒരു സംശയം ഉണ്ട് എനിക്ക്. ഓനെ കുറിച്ച് നമുക്ക് അന്വേഷിക്കണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിലേ നമുക്ക് കാര്യമായിട്ടൊന്ന് അന്വേഷിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ചന്ദ്രന്റെ ആളായിരിക്കാനാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ. അപ്പൊ നമുക്ക് കാര്യമായിട്ടൊന്ന് ഓന്റെ ബാക്കിലൊന്നേ ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും.
പിന്നെ ഓൻ ബാറിന്ന് ഓർന്നൊക്കെ ഇറങ്ങി വരുന്നതിന് കണ്ടോല് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആരെ പോവാനെ ഇവിടെ ഇറക്കിയെന്നുള്ളൊരു സംശയമുണ്ട്. അത് നമുക്കൊന്ന് അന്വേഷിക്കണ്ട മുജീബേ. ആ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യേണ്ടി വരും. റഹീമിന്റെ ഡ്രൈവറാ കാര്യസ്ഥനൊക്കെ അല്ലേ രതീഷ്, ഓനെ ഏൽപ്പിച്ചാൽ മതി. ഓനാവുമ്പോ പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് വാച്ച് ചെയ്താലേ പരിപാടി അടക്കും. ഞാനെ കണ്ടിട്ടേ കാര്യങ്ങളൊന്ന് പറയാം. ഇജും തന്നെ ഓ എങ്ങോട്ടൊക്കെ പോകുന്നു എവിടൊക്കെ വരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇജ്ജാളിയാക്കാനോടൊന്ന് ചോദിച്ചു നോക്ക് സേനത്തെ, എന്തിനാ ഞാൻ അങ്ങോട്ട് മാറ്റിയെന്നില്ല അറിയണ്ടേ? നമുക്ക് ചോദിച്ചു നോക്കാം ആളിയാക്കാനോട്. അല്ല, സമീർ ഇന്ന് കടയിൽ പോയപ്പോഴേ മുജീബാക്കും പിന്നെ ഷിബുവും കൂടെ ഓനെ ഓഫീസിലെ കാര്യങ്ങൾക്കൊക്കെ മാറ്റിയിട്ട് ഗോഡൌണിക്ക് ആക്കിക്കൊണ്ടത്രേ. നിങ്ങൾ അറിഞ്ഞിക്കണത്? ആ അതെ, ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ അവിടുന്ന് മാറ്റിച്ചിട്ടുണ്ട്. ഓനി കുറച്ചു കാലേ ഗോഡൌണിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കോട്ടെ, ലോഡ് കയറ്റലും ഇറക്കലൊക്കെ അതല്ല നല്ലത്. ഓഫീസിലെ കാര്യങ്ങളൊക്കെ മുജീബും പിന്നെ ഞാനും നാട്ടിലുണ്ടല്ലോ, അത് ഞാൻ നോക്കിക്കൊണ്ട്. അതെന്താളിയാക്ക നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഇന്നെ വിശ്വാസമില്ലാത്ത പോലെ? ഓല് പറയണത് നിങ്ങൾ നോക്കണ്ട. ഈ കാര്യങ്ങളൊക്കെ ഞാനല്ലേ നോക്കി നടത്തിയത് കമ്പനിയിലൊക്കെ. ഇപ്പൊ നിങ്ങൾ ഈ പറയുമ്പോൾ നിങ്ങൾക്കും ഇന്നൊരു വിശ്വാസക്കുറവുള്ള മാതിരി തോന്നുന്നു. അതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമല്ലടാ സമീറെ. ഇത് നമ്മളത് മാത്രമല്ലല്ലോ സ്ഥാപനം. ഓല് പറയുന്നുണ്ട് കുറച്ചൊക്കെ നമ്മൾ കേൾക്കണ്ടേ. എനിക്കിപ്പോൾ എവിടെയാലും പണിയെടുത്താണ്ട് ശമ്പളം കിട്ടിയാൽ പോരെ. ഇപ്പൊ അങ്ങനെയൊക്കെ മാറ്റിയാലും എൻ്റെ ശമ്പളത്തിനൊരു കുറവുണ്ടാവില്ല. ആ കാര്യം ഞാൻ ഉറപ്പ് തരാം. അതുപോലെ അല്ല നല്ലത്. അല്ല, നിങ്ങൾ എന്താ ഓനോട് ശമ്പളത്തിന്റെ കാര്യം പറയണത്? ഓൻ ശമ്പളത്തിന് വേണ്ടി അവിടെ നിക്കണത്? സ്വന്തം സ്ഥാപനം പോലെ അല്ലേ ഓനത് നോക്കി നടത്തിയത്? അല്ല, മറ്റോര് പറയണ കേട്ടിട്ട് നിങ്ങൾ എന്തിനാ ഓനെ മാറ്റാൻ നടക്കണത്? സീനത്തെ അല്ലെങ്കിൽ ഇപ്പൊ ഓനവിടുന്ന് മാറ്റേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഓനിപ്പോ അതൊരു മാനക്കേടായില്ലേ. റഹീമിനിപ്പോ ഞങ്ങളൊന്നൊരു വിശ്വാസം ഇല്ലാതെ ഞങ്ങളിനിപ്പോ ഇവിടെ നിൽക്കണതിൽ വലിയ കാര്യമൊന്നും ഇല്ലാന്നാ തോന്നുന്നത്. ഉമ്മ പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാരെയും വെറുപ്പിച്ചളി. അവസാന കാലത്തെ ആരും ഉണ്ടാവില്ല ഞമ്മക്ക്. അല്ലെങ്കിലും ഇപ്പൊ എന്ത് ചെയ്താലും ഇപ്പൊ എനിക്ക് കുറ്റം തന്നെയാണ്. ഒന്ന് സ്വൈരം കെടുത്താക്കോ. ഞാൻ പറഞ്ഞതാണ് ഇപ്പൊ കുറ്റം. ചേച്ചിയെ, ഇതെന്നാ ഞങ്ങൾ കഴിച്ചിടാൻ പറ്റുക? എന്തോ ഒരു ഇടങ്ങേറ്, അങ്ങോട്ടും കൊണ്ട് തല തിരിക്കാൻ പറ്റുന്നില്ല. പണിക്കും പോകണ്ടേ ഇനിയിപ്പോ നമ്മൾ ആസ്പത്രിയിലും കുറെ പൈസ ചെലവായില്ലേ. ഇതൊന്നും പെട്ടെന്ന് വരാനായിട്ടില്ല, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് വരാം. പിന്നെ പണിക്ക് നല്ല മാറിയിട്ട് പോയാൽ മതി. അന്നിപ്പോ ആചാര്യൊക്കെ തന്ന പൈസ എന്റെ കയ്യിലുണ്ടായിരുന്നോണ്ട് നമുക്ക് ആ സമയത്തിന് അത് എടുക്കാൻ പറ്റി. പണിക്ക് ഇത് മാറിയിട്ട് കഴിഞ്ഞിട്ട് പോയാൽ മതി. ചേച്ചിയെ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആ പൈസ ഉള്ളതുകൊണ്ട് ഇപ്പം നമുക്കൊരു ഉപകാരത്തിൽ പൊട്ടു. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ കാര്യം എനിക്ക് ഒറ്റക്ക് നിൽക്കാൻ ഒരു പേടി. നമ്മൾ ഈ പെണ്ണുങ്ങളൊക്കെ ഒറ്റക്ക് നിൽക്കുമ്പോഴേ ഇങ്ങനെയൊക്കെ ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്റെ വാക്ക് കേട്ടിട്ട് ഞാനെന്നാ പൈസ കൊടുത്തായിരുന്നു വെച്ചെങ്കിൽ എന്താ ഇപ്പൊ ചെയ്യാറുണ്ട്? ആങ്ങളെ കുഞ്ഞിക്കോയ വന്നിട്ട് എന്തേ പറഞ്ഞു? ഓ വന്നിക്കാണ് എത്തൊക്കെ ചാടി കളിച്ചിക്കാണ്ട് കേസ് കൊടുക്കണമെന്നോ പൈസ വാങ്ങണം എന്നൊക്കെ പറഞ്ഞാണ് പോയിക്കണം. ഇനിയിപ്പോൾ അവിടെ പോയിക്കാണ്ട് പൈസ വാങ്ങുമെന്നാവോ? ഓൻ അതും കാട്ടും അതിനപ്പുറം കാട്ടും. അല്ലേ എവിടെ? ആചാരകത്തുണ്ട്, ഞാൻ വിളിക്കാം. ആ കുഞ്ഞിക്കോയെ ഇങ്ങോട്ട് കേറിയിരുന്നോ? അല്ല, ഞാൻ കേറി ഞങ്ങളിവിടെ ഇറങ്ങി ഒരു കാര്യം പറയാണ്ടായിരുന്നു. അതെന്താ? സുബേദാനെ ഡിസ്ചാർജ് ചെയ്ത് കൊടുത്തു പനിക്ക്. അപ്പൊ കുറെ പൈസയും കാര്യമൊക്കെ ചെലവായി. അതിന്റെ കാര്യം എടുക്കട്ടെ, കുറച്ച് പൈസന്റെ ആവശ്യമുണ്ട്, ഞാൻ പിന്നെ പറയാം. പിന്നെ എനിക്ക് നല്ല ഉറപ്പുണ്ട് അത് ചെയ്തേ ആ കുഞ്ഞാനാ സീനത്തിന്റെ അമ്മോനെ. ഞാൻ കേസ് കൊടുക്കാൻ പോവാണ്. എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കണല്ലോ, അത് നിങ്ങളോടൊന്ന് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അറിയില്ല ആവശ്യമാണല്ലോ. അപ്പൊ ഞാന് അവന്റെ പേരിൽ കേസ് കൊടുക്കാണ്. അത് തീരുമാനിച്ചു. അത് കുഞ്ഞിക്കോയാ, നമ്മളൊന്നും കാണാതെയും കേൾക്കാതെയും അറിയാതെ ഒന്നേ എടുത്ത് ചാടണ്ട. അത് മൂപ്പരാ ചെയ്താന്നുള്ളതിന് തെളിവൊന്നും ചെല്ലോ. ഏതായാലും കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കണില്ലേ, ആ രീതിക്ക് നടന്നോളും. ആവശ്യമില്ലാത്തിനൊന്നും പോണ്ട, ആ നല്ലത്. ആചാരക്കാരനാക്കേ മൂപ്പര പേരിൽ കേസ് വെക്കാൻ നിൽക്കുന്നു വേണ്ട. അത് എന്തിനാ വെറുതെ കുടുംബം തെറ്റിക്കണത്? നാട്ടുകാരെ ആൾക്കാർ പലതും പറയും. അതിന് പോലീസ് അന്വേഷിച്ചാണ്ട് കാര്യങ്ങൾ തെളിഞ്ഞോട്ടെ. എന്നാ അങ്ങനെ ആട്ടെ. നിങ്ങളൊക്കെ പറയുമ്പോ അത് അനുസരിക്കും പാടില്ല നമ്മളൊക്കെ. ഞാൻ മനസ്സിലാക്കണത് അത് ഞാൻ ചായപ്പീടിന്ന് ഒരുത്തരെ കണ്ടിരുന്നു. ഓൻ തന്നെയാണോ എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. പറഞ്ഞു കേട്ട് നോക്കുമ്പോ ആ ആള് രൂപം പാമ്പൻ തന്നെയാണ് ഉള്ളത്. ഏതായാലും ഞാൻ എന്റെ വഴിക്കൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. പിന്നെ സുബൈദ പറഞ്ഞിരുന്നു കുറച്ച് പൈസ എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞിരുന്നു. ആ പൈസയും കാര്യങ്ങളൊക്കെ
ഞങ്ങൾ നേരിട്ട് കൊണ്ടുപോയി കൊടുത്തോളാം. തൽക്കാലം പറ്റി പോയിക്കോ. അതൊക്കെ എന്താ വേണേ നമ്മൾ ചെയ്യാട്ടോ. എന്നാ ഞാൻ പോയേക്കാം. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.